ദിസ് ഇസ് 20th of Jan ആഫ്റ്റർനൂൺ അവേഴ്സാണ് 2 മണി. ഞാനൊരു സൺസെറ്റ് കയാക്കിങ്ങിന് വേണ്ടി പേര് കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് 1500 രൂപ വെച്ച് 3000 രൂപ ടോട്ടൽ. ഓക്കെ, നമ്മളിപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ ഹോട്ടലിൽ നിന്ന്, ഡോൾഫിൻ റിസോർട്ട്സിൽ നിന്ന്. ഇവിടെ നിന്ന് NR കയാക്ക് എന്ന് പറഞ്ഞ ഒരാളോട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. 3500 തുടങ്ങി ബാർഗെയിൻ ചെയ്ത് പിന്നെ പുള്ളി കുറച്ച് റിവ്യൂസൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് 1500 ഒപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇതാണ് ജാനുവരിയിലെ റേറ്റ്. I can travel all over India with this price. Who cares? Better to save on the video. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം 600 എക്സെപ്റ്റ് ജെറ്റ് സ്കി 800, പിന്നെ ഗ്ലാസ് ബോട്ടം റൈഡ് 1500, സബ്മറീൻ 3500, പിന്നെ സ്കൂബയുടെ സൈസിനനുസരിച്ച് ഡിഫർ ചെയ്യും, ഡിസ്കസ് ചെയ്ത പോലെ. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ് മൂൺലിറ്റ് സാൻഡ്സ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ. ഇവിടെ നിന്നാണ് നമ്മൾ കയാക്കിങ്ങിന് പോകുന്നത്. ഉണ്ട്, ഒരു കയാക്ക് കുറേ കിടപ്പുണ്ട് ഇവിടെ. ഇത് നമ്മൾ വരുമ്പോൾ ജെട്ടിയിൽ നിന്നൊരു ലെഫ്റ്റ് അടിച്ചിട്ട് ഉള്ളിലോട്ട് കയറി ഒരു 2 മിനിറ്റ് അത്ര ഉള്ളൂ. അതാണ് നമ്മുടെ ഇവിടെയുള്ള ഗൈഡ്. ആപ്പി ഗൈഡേക്കാ? अच्छा, यहाँ पर ओके. ഇത് റിസോർട്ടാണ്. എല്ലാം ഒന്ന് തന്നെ, എല്ലാ കയാക്സും. ബാക്കിയെല്ലാം അഡ്വർടൈസ്മെൻറ്റാണ് എന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഒരു സ്ട്രെങ്ത് ഉള്ളൊരു കയാക്ക് പോലെ ഉണ്ട് കണ്ടിട്ട്. ഇത്രയും വലിയ ചുരുവെങ്കിൽ 330. ഇപ്പം 3 കാലായി. ഇതെല്ലാം മാംഗ്രൂവ്സിൻ്റെ പോലത്തെ സൈറ്റുകളാണ്. ഇതൊരു സൺസെറ്റ് കയാക്കിംഗ് ആണ്. അപ്പോൾ നോക്കാം. എന്തല്ലേ ലെഫ്റ്റിൽ തുഴഞ്ഞാൽ വണ്ടി റൈറ്റിലോട്ട് പോകും, റൈറ്റിൽ തുഴഞ്ഞാൽ വണ്ടി ലെഫ്റ്റിലോട്ട് പോകും. ഇതങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റായി. പിന്നെ ചെറുതായിട്ട് ഇവന്മാരും പറഞ്ഞു തരും തോണി എങ്ങനെ പിടിപ്പിക്കണം എന്ന്. ബാക്കിയെല്ലാം സിമ്പിളാണ്. എനിക്കൊരു 5 മിനിറ്റ് ഞാൻ വല്ല ബോട്ടിനിട്ട് പോയി ചാമ്പ്യനെ. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ക്ലിയറായി. മച്ചാനൊരു ചരടും കൂടി ഇട്ട് വലിച്ചപ്പോൾ കോൺഫിഡൻസ് ആയി. ഞാൻ ഇനി എങ്ങോട്ടും പോകത്തില്ല.
ആ സൂര്യൻ നമുക്കെതിരെയാണ്. രസം കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ വെള്ളം കാണാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സൺസെറ്റ് ആയതുകൊണ്ട് അധികം ഇല്ല. ഞാൻ ദേ റൈറ്റിലോട്ട് പോകുന്നു. ഒരു റൈറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടാ നേരെ, ലെഫ്റ്റ് നേരെ. മുത്തേ കിടിലം ഉണ്ടോ. एक थ्रेड में आपके साथ कितना काyak होता है? बोलते मेरे साथ 5 कायक होने से 10 जन करके रहेगा। 10 जन आपके साथ? वो वाला हम लोग को ऐसे खींचते और पीछे जो रहेगा उन लोग तो पैडलिंग ही नहीं करेगा। इससे तो हालत खराब है। यहाँ यही है ना मैंग्रोव जो फ्रंट में? सभी में नहीं नहीं, ये जो हम अंदर जा रहे हैं यही रूट है? जी सर, ओके। छोटा सा रोड है सर, दूसरा साइड पे नहीं। अरे भाई क्या लोकेशन है यार, ये अमेजिंग। ये जो फल है ना सर, ये वाला फल, हाँ ये वाला अच्छा भाई, वो देखिए ये वाला ये वाला हाँ 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 ये देखिए ये वाला हाँ हाँ मिल गया मिल गया मिल गया। हाँ यही है। फल हाँ होते हैं सर, ये वाला ऐसे ही गिर जाएंगे। देखिए नीचे तरफ एकदम बोले से इसी तरह गिर जाते हैं, गिर जाके निकलेगा। ये जो दिखाई मिलता है आपको, हाँ यही वाला पत्ती है, ये वाला पत्ती निकलेगा। और ये जो फल होते हैं इसी तरह यहाँ में पेड़ में रहेगा। इसका ऊपर जो बड़ा वाला दिखाया था इसका साथ में रहता है वो वाला, इसी का अंदर में ये जो पत्ती इसका बीच में रहता है वो वाला। वो वाला गिरने के साथ साथ इतना तक आपका मिट्टी के अंदर चले जाता है। फिर यहाँ से स्टार्टिंग होता है मैंग्रोव फॉरेस्ट होना। ये अच्छे आस्ते आस्ते फिर उससे ये पूरा हो joint गया। हो जाएगा। इसी तरह सेम पूरा टू हो सेम गया। जैसा आपको मैंग्रोव फॉरेस्ट दिखाई मिलता है, सेम टू सेम इसी तरह इसी से हुआ सर। यही बोलने से इसका रीजन है, सब कुछ इसी का अंदर। देखिए ये ऐसे भी टूट जाते हैं, फल का जैसे सेम टू सेम ये, ठीक है।
सर लाइफ में फर्स्ट टाइम आपका? एंड दैट टू इन द बेस्ट ऑफ लोकेशंस। सर कैसा लगा आपको काइकिंग? अमेजिंग अमेजिंग, क्या बताऊं। चलो जी आपको भी दिखा देता हूँ, ले जी माय कोच। ओके, आप उसके बारे में बता रहे थे कुछ काइकिंग कायाकिंग का? उसका टाइम ही रहेगा 3:30 AM मॉर्निंग। उसका रिपोर्टिंग टाइम ही रहेगा, आपको तो पता है काइकिंग पॉइंट में आना रहेगा 3:30 मॉर्निंग रिपोर्टिंग टाइमिंग। तो हम लोग काइकिंग स्टार्ट करते हैं 4 बजे, मॉर्निंग 4 बजे हम लोग को स्टार्टिंग कर देते हैं। स्टार्टिंग करने के बाद आपको 2 मिनट पैडलिंग करने के बाद आपका स्टार्टिंग हो जाएगा बायोलोमिसेस। जैसे कि आप जब इस तरह करके पैडलिंग करेंगे ना सर, दोनों तरफ से आपका लाइटिंग होगा, पर लाइटिंग होगा इसी तरह क्लियर से सबको दिख जाएंगे, आपको भी दिख जाएंगे। आप थोड़ा सा भी फ़ोन का फ्लैश भी ऑन कर लेने से वो कुछ नहीं रहेगा आपका। गोप्रो फिर DSLR कुछ भी लेके आइए, वो कैप्चर नहीं होता बायोलोमिसेस जो नेकड आई। हाँ कैप्चर नहीं होता। आप ऐसे पानी में ऐसे हाथ से स्प्लैश करने से भी वो दिख जाएंगे क्लियर चारों तरफ से। सबसे बेस्ट पार्ट है सर काइकिंग का बायोलोमिसेस। फिर वो वाला होने के बाद एक 10 से 15 मिनट हम लोग बायोलोमिसेस दिखाते। वो होने के बाद रिटर्न हम लोग यहाँ से आ जाते हैं। यहाँ में आके के पास 5-10 मिनट वेट कर लेते कि सूरज बोलने से थोड़ा लाइट आने के लिए, क्योंकि अंदर हम लोग काइकिंग करने के लिए मैंग्रोव लेके जाने से आपको इतना कुछ कभी दिखाई नहीं देता। बस आपको लेके जाता है, लेके आता है वही, उसलिए दिखने का जैसा हो जाता है। फिर हम लोग अंदर लेके जाता है। अंदर लेके जाने के बाद हम लोग यहाँ से सीधा स्ट्रीट में वो साइड में देखिए एक नाव है, वहाँ में बाहर लेके जाते हैं। बाहर लेने के बाद आपका ये साइड से स्टार्टिंग होता है सनराइज। सुबह का जो सूरज होता है आपका, अगर वीडियो बनाने से आपका 2 से 3 मिनट का वीडियो आएगा, जो सनराइज होते हुए आपको क्लियरली वीडियो में दिख जाएंगे। एकदम रेड कलर का रहेगा, वो वाला हो जाता है। वो वाला के साथ में आपको कपल्स होने से कपल्स फोटो वीडियो जो भी चाहिए सब कुछ हो जाता है। फिर रिटर्न बैक देखिए, वहाँ में एक मैम लोग चले जाते हैं ना 2 जन, वहाँ से स्टार्टिंग होता है आपका कोरल फिशेस देखना। जो कोरल्स होते हैं 7 कलर का। हाँ जी, हाँ सुबह दिखता है वो। जी सर, सुबह का टाइमिंग में 7 कलर का कोरल। तो बायोलुमिनेसेंस एंड ये जो मॉर्निंग वाला एक स्लॉट है क्या सर? एक ही स्लॉट एक ही स्लॉट है, में सब कुछ मतलब सुबह 3:30 से 3:30 मॉर्निंग 6:30 और समथिंग 6:30 कंप्लीटली 6:30 35 बस। उसके लिए रेट कितना लेते हैं आप? सेम टू सेम सर, सेम टू ले बट काइकिंग स्टार्ट बायोलुमिनेसेंस स्टार्ट होने से थोड़ा रेट ज़्यादा होता है। ठीक है। अगर थोड़ा सा भी लाइट आता होने से आपको बायोलोमिस का कुछ नहीं दिखेगा। वो जो बायोलोमिस जो बोलते सर, जो एक बैक्टीरिया होते हैं, वो आपको फुल मूल नहीं रहना, फुल बोलने से अंदर रहना सर। ओके, तो अभी कब आ रहा है इसका सीजन? सर आपका जस्ट और 7-8 दिन बाद से जस्ट आपका 5 मिनट 10 मिनट करते 5 मिनट, आज 5 मिनट दिखाई मिले, कल 10 मिनट। तो ये कहीं चेक कर सकते हैं बिफोर जो विजिटर्स आ रहे हैं, जो हम जैसे बंदे आ रहे हैं? हाँ। तो कहीं चेक कर सकते हैं कि कब ये मून का कब है? सर सिंपल आप नेट पे सर्चिंग मार के देख लीजिए मून लाइट कब है, नॉन मून कब है। ठीक है। वॉल देख लीजिए, मून लाइट पे बिल्कुल मत आइए करने के लिए। ओके। और ये आइलैंड का सबसे बेस्ट एक्टिविटीज़ है सर, काइकिंग और स्कूबा डाइविंग, बोट डाइविंग जो आप करते हैं कल, सबसे बेस्ट एक्टिविटीज़ है, आप करके देख लीजिए। क्योंकि यहाँ का क्लियरिटी पानी का बहुत अच्छा से मिलेंगे। अब सुबह आने से आपको पता चलता था कितना क्लियरिटी है यहाँ में। अब इसमें बैठ के कोरल फिशेस दिख जाते थे, फिर भी बहुत सारा लाखों फिशेस दिख जाते थे। तो ऐसी जून में जाते सर उन लोग, सुबह आने से आपको पता चल जाता था। ओके, थैंक यू। ये अंदर है അടിപൊളി സൂപ്പർ കായാക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. മച്ചാൻ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. നല്ല സൗരഭ് എന്നാണ്, ദിഗ്ലിപൂരിൽ നിന്നാണ് ആൾ. ഇങ്ങനെ ഹാംലോക്കിലുള്ളവരെല്ലാവരും ഇങ്ങനെയാണ്, ജസ്റ്റ് ഒരു ആൻഡമാനിൽ നിന്ന് മെയിൻലാൻഡിൽ നിന്ന് വന്ന്, മെയിൻലാൻഡല്ല അവരുടെ മെയിൻലാൻഡ് പോർട്ട് ബ്ലെയറും ദിഗ്ലിപൂർ മിഡിൽ ആൻഡമാനൊക്കെ വന്ന് ഇവിടെ വന്ന് സ്റ്റേ അടിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. വിട്ടുപോയി, നമ്മളിനി പിടിക്കണം. റിലാക്സ് പാഡ്ലിംഗ് അല്ലേ? സഹിയേ. ഇവിടെയൊക്കെ അധികം ശാന്തമായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ല. കയാക്ക് ഒരു വിഷയത്തിലൊന്നും പോകത്തില്ല. പക്ഷേ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ പണിയാണ്. അവിടെ നമ്മൾ തിരകളുണ്ട്, അപ്പോൾ അതിനൊരു എക്സ്പേർട്ടീസ് വേണം. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേ പോകുന്നു, ഇതാണ് പ്രശ്നം. സൺസെറ്റ് നോക്കാൻ പോയപ്പോഴേക്കും ബോട്ട് വല്ലവൻ്റെ കൂടെ പോയി.
വേറെ ഫെല്ലോ കയാക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ സൺസെറ്റ്, എനിക്ക് സൺസെറ്റ് ഇഷ്ടപ്പെട്ടെ. എന്നാലും പറയണ സൺറൈസിൽ ഒന്നും കൂടി ക്ലിയർ വാട്ടർ ആയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ കൂടെ ചെല്ലുമ്പോൾ നമുക്കവിടെ നിന്ന് കുറച്ച് ഫിഷസിനെ കാണാം. അത് അതിൻ്റേതായ രസം. അടിപൊളി കേട്ടോ. എന്താ സാധനം. ബാക്ക് പെയിൻ ചെറുതായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയില്ല, പക്ഷെ ഇതുണ്ട് സാധനം. നോക്കി അല്ലേ, 4 വശവും നല്ല വെള്ളം. എന്നാൽ ഒന്നൊരു വീഡിയോഗ്രാഫി എടുക്കാൻ പോയതാണ്. അവനങ്ങ് പോയി. പിടിക്കട്ടെ, റിലാക്സ്. സെൽഫി വീഡിയോ के लिए लिया था बस. മച്ചാനിപ്പോൾ റിലാക്സേഷൻ മൂഡിലിട്ട് ഇതോ ഇരിക്കും. ഞാനിവിടെ ഒന്ന് അടിയിലോട്ട് പിടിച്ചോട്ടെ. ഇത്രേ ഉള്ളൂ ആഴം. മച്ചാന്ത് ഒരു വീഡിയോ എടുത്തപ്പോഴേക്ക് പുള്ളി അടത്തി. പിടിക്കട്ടെ പിടിക്കട്ടെ, നിക്കടാ മക്കളെ, മച്ചാൻ വരുന്നടാ. കാക്ക് പിടിക്കുമ്പോൾ 90 ഡിഗ്രീസിൽ പിടിക്കണം എന്നാണ് പറയുന്നത്. ഞാനൊരു ആംഗിളിൽ പിടിച്ചുകൊണ്ടാണ് എൻ്റെ കാക്കിലോട്ട് വെള്ളം വീണത്. കംസ് വിത്ത് എക്സ്പീരിയൻസ്, കുഴപ്പമില്ല. 90 ഡിഗ്രീസിൽ പിടിച്ചിട്ട് പോലും എൻ്റെ കയ്യിൽ ചെറുതായിട്ട് തുള്ളികൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് എടുക്കുമ്പോൾ നല്ല വാഷ് പ്രൂഫ് ബാഗ്സ് എടുക്കുക. ഞാൻ ഗൈഡിൻ്റെ കൊടുത്തു വാഷ് പ്രൂഫ് അല്ല ബാഗ്. പുള്ളി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൽ വെള്ളമൊന്നും വീണിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ, ഇനി ഇവിടെ നമ്മൾ കടലിലോട്ട് നല്ല ഒരു ജെട്ടിയുടെ ഏരിയയിലോട്ട് പോകണം. അപ്പോൾ ഉണ്ടോ അവിടെ കുറേ കടൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ഷിപ്സും ചാർട്ടേർഡും അങ്ങനത്തെ കുറേ. നമ്മൾ ഈ സൈഡ് വഴി അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്നു. പത്തർ ആ यहाँ पर ज़्यादा मछली നമ്മളിപ്പോൾ മെയിൻ നല്ല ഒഴുക്കുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ പുള്ളി ഒന്ന് കെട്ടിത്തരും ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്നെ പോലുള്ള അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത കോണകൾ പണി തരും. आप जहाँ पर भी अंडर वाटर जाने तो बता दीजिए. മച്ചാൻ പറഞ്ഞു ഇനി റെസ്റ്റ് എടുത്തോ, നമുക്ക് പുള്ളിയുടെ അടുത്ത ലൊക്കേഷൻ ആകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കട്ടെ. എല്ലാം
സൺസെറ്റ്. ഇതാണ് സൺസെറ്റ് കായാക്കിങ്. മച്ചാൻ കൺട്രോൾ എടുത്ത് കാരണം ഞാനിവിടെ ചില്ലടിച്ച് രാജാവിനെ ഉപയോഗിച്ചിരിക്കുകയാണ്. കണ്ട പുള്ളി പോണ സ്പീഡുണ്ടല്ല, നല്ല സ്പീഡാണ്. था सॉरी. या വാങ്കുളിയാണല്ലോ. ടൈം ക്യാ 5:45 6:45 5:20. आपका दोनों पाव पहले बात कीजिए और दीजिए दोनों पाव एक साथ में. एक मिनट ऐसा नहीं, पाव बाहर कीजिए, बैठ जाइए. पाव पहले ओके. अभी एक झटका में आराम से पकड़ के एक प्रॉब्लम होने से बैठ जाइए. अभी पहन लीजिए. बहुत यहाँ में कांच है. क्या है? कांच. अच्छा ओके. नाइस. ഓക്കെ. ആയിരുന്നു നമ്മുടെ കാര്യം. ഓക്കെ, ഇന്നത്തെ കായാക്കിങ്ങിന് നമ്മളൊക്കെ പണി കഴിഞ്ഞു. എല്ലാവരും പാക്കപ്പ് ചെയ്യണം.